ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ കണ്ടാലോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പയറും അതേപോലെ തന്നെ ബീൻസ് അതേപോലെ തന്നെ കുറച്ച് മുളക് തൈകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നട്ടു കൊടുത്തൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുത്തപ്പോഴത്തേനും നല്ല രീതിയിൽ ഒന്ന് പൊട്ടി തീർത്ത് അത്യാവശ്യം ഒരു 3-4 ഇലയൊക്കെ വീതം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വളം കലക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഉഷാറായിട്ട് കയറി വന്നോളൂ. അപ്പോൾ എന്തായാലും ആ ഒരു വളം ഒന്ന് കലക്കി ഒഴിച്ചത്. അപ്പോൾ എന്ത് വളമാണ് കലക്കി ഒഴിക്കണേ എങ്ങനെയൊക്കെ നമുക്ക് നോക്കി. ഈ ഒരു പാക്കറ്റിലുള്ള വളമാണ് നമ്മളിന്ന് കലക്കി ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അർജുന എന്ന് പറഞ്ഞ കമ്പനിയുടെ NPK 19-19-19 അതാണ് നമ്മുടെ വളത്തിന്റെ പേര്. അപ്പോൾ ഈ ഒരു വളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വളം ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് നമുക്ക് ആ ചെടിയിൽ നിന്ന് കിട്ടും. അപ്പോൾ ചെടികളുടെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ നല്ല കായ്ഫലം കിട്ടാനും വേരൊക്കെ മണ്ണിലേക്ക് നന്നായിട്ട് ഇറങ്ങി നല്ല രീതിയിൽ മണ്ണിലേക്ക് വേറെ ഇറങ്ങിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിക്കകത്ത് അത്യാവശ്യം ഒരുപാട് ഇലകളും ബ്രാഞ്ചസൊക്കെ ഒരുപാടായിട്ട് അതിൽ ഒരുപാട് കായ്കളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വെച്ചൊരു അടിപൊളി വളം തന്നെയാണ് ഗൈസ്. കാരണം നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ പറമ്പിലായാലും നമ്മുടെ പൂച്ചെടിയിലൊക്കെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഉറപ്പ് പറയുന്നത്. മാത്രമല്ല NPK എന്ന് പറഞ്ഞാൽ, അപ്പോൾ NPK എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ ഒരു 3 കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 3 ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ചെടിക്ക് പറയാതെ തന്നെ ഇപ്പോൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് അറിയുണ്ടാവും. എന്നാലും അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മണ്ണിലേക്ക് നേരിട്ട് നമ്മൾ വാട്ടറിൽ നല്ല രീതിയിൽ കലക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ നേരിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾ വലിച്ചെടുക്കാനും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമ്മുടെ ചെടിക്ക് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് നോക്കിയാലോ. വളവും ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇത് കലക്കിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കലക്കിയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എന്തായാലും വെള്ളം എടുക്കുവാണേ. നമ്മുടെ വീട് ഈ അടുത്തൊന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെയിന്റ് അടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ പെയിന്റ് ബക്കറ്റുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പെയിന്റ് ബക്കറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വളം കലക്കി ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യാറുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 10 ലിറ്ററിൽ ഒരു 50 ഗ്രാം ആ രീതിയിലാണ് നമ്മൾ കലക്കി ഒഴിക്കാറ്. അപ്പോൾ എല്ലാവരും ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത് അറിഞ്ഞാലും നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ദോഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതും ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റ് തന്നെയാണേ. നമുക്കിത് ഫുള്ളായിട്ടൊന്ന് വെള്ളം പിടിക്കാം. നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. ഒരു വെള്ളം ഒന്ന് നിറയട്ടെ. അങ്ങനെ നമ്മളിവിടെ വളം കലക്കി ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആവണിക്കുട്ടിയും വന്നിട്ടുണ്ട്. ആളിതാ ഇവിടെ തക്കാളി മരത്തിൽ തക്കാളിയൊക്കെ പറിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളി ആയതുകൊണ്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവണിക്കുട്ടി എന്താ പരിപാടി? തക്കാളി കഴിക്കുവാണോ? തക്കാളി കഴിക്കുവാണോ? ആരാ തക്കാളി പറിച്ചേ? നമ്മളെടുത്തിട്ടുള്ള ബക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ വെള്ളം നിറച്ച് എടുത്തിട്ട് ഇത് നമ്മുടെ വളം, നമ്മുടെ NPK 19-19-19 ഞാൻ പൊട്ടിക്കുവാണേ. വളമൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ. നല്ല പഞ്ചസാരയുടെ തരി പോലും ഇല്ല കേട്ടോ. അത്രയും നല്ല പൊടിയായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു വളം കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നല്ല ഭംഗിയുടെ ഒരു കളറ്. അപ്പോൾ എന്തായാലും കുറച്ച് മതി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റോസ് ആയിട്ടൊരു കളറാട്ടോ നമ്മുടെ ഒരു വളത്തിന്. അതേപോലെ തന്നെ കയ്യിലെടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ നല്ല തണുപ്പുണ്ടേ. മാത്രമല്ല ഒരു പഞ്ഞി പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വളം ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. പഞ്ചസാര പോലും അത്ര പോലും ഒരു ഇതില്ല. നല്ല സോഫ്റ്റ് ആയിട്ടൊരു വളം തന്നെയാണ്. അപ്പം എന്തായാലും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തത് വളം കാണുന്നില്ല ഗൈസ്, അപ്പത്തിന് അരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇളക്കേണ്ട ആവശ്യം പോയില്ല. എന്തായാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എത്ര വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് അരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. എന്നാൽ മാത്രമേ ആ ഒരു വളത്തിന്റെ എഫക്റ്റ് എല്ലാവർക്കും നല്ല രീതിയിൽ എത്തുള്ളൂ നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പ് എടുത്ത് വെച്ചത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കട്ടെ. നമ്മൾ കലക്കി എടുത്തിട്ടുള്ള വളമൊക്കെ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് ഈ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓരോന്നിൻ്റെ ചുവട്ടിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതായിട്ട് ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത്. ചെടികളുടെ വേരിലേക്കൊക്കെ പെട്ടെന്ന് വലിച്ചെടുത്തോളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കലക്കി ഒഴിക്കാൻ പാകത്തിലുള്ളൊരു സമയമാണ്. കാരണം നമ്മൾ നട്ടിട്ടുള്ള പയറിനായാലും ബീൻസിലൊക്കെ ആയാലും ഒക്കെ കറക്റ്റ് 2 ഇലകൾ വന്നിട്ടുള്ള ഒരു പരിവാണ്. അപ്പോൾ ഈ ഒരു 2 ഇലയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു വളം ചെയ്യേണ്ടത്.
ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈമിലാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആ ഒരു വെയിലിന്റെ ശക്തിയൊക്കെ നല്ല രീതിയിൽ താന്നിട്ടുണ്ട്. അപ്പോൾ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞ സമയം നോക്കി നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെയിലൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ചെടി നല്ല രീതിയിൽ ഈ ഒരു വളം നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുത്തോളൂ ഗൈസ്. അതേപോലെ തന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ പയറിന്റെയും ബീൻസിന്റെയും മുളകിന്റെയും ഒക്കെ ഇടയിൽ നമ്മൾ വേറൊരു പുതിയ അതിഥി ഉണ്ട്, നമ്മുടെ തണ്ണിമത്തനാണ്. അപ്പോൾ തണ്ണിമത്തനും മുളച്ച് വന്നിട്ടുണ്ട്. എന്തായാലും അതും 2 ഇലയ്ക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വളരുന്നതിനനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാത്തിന്റെ ചുവട്ടിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു NPK 19-19 ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വിത്തൊക്കെ നട്ട് ഇതേപോലെ മുളച്ച് 2 ഇല വരുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വളം ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു 20 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം 20 ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു വളമാണെങ്കിലും നമുക്ക് ഇതുപോലെ കലക്കി ഒഴിക്കുന്നതിൻ്റെ ഒരു ഗുണം എത്രയായാലും നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എത്രയായാലും കിട്ടും. കാരണം അത് മണ്ണ് അബ്സോർബ് ചെയ്യാൻ ആ ചെടിയൊക്കെ നല്ല രീതിയിൽ ആ വേരിലേക്കൊക്കെ നല്ല രീതിയിൽ വളം അബ്സോർബ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്നുള്ള റിസൾട്ടും കിട്ടും. അതുപോലെ തന്നെ കായ്ഫലൊക്കെ നല്ല രീതിയിൽ കൂടാനൊക്കെ NPK അടിപൊളിയാണ്. ഇത് നമുക്ക് ഈ ഒരു വളം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒഴിച്ചു കൊടുക്കുന്ന അതേ റിസൾട്ടിന് നമുക്ക് കിട്ടുമേ. ഇലകൾ വഴി ആ വേരിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും. അങ്ങനെ നമ്മൾ കലക്കി എടുത്തിട്ടുള്ള നമ്മുടെ വളമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് പച്ചക്കറി ചെടികൾക്കാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉള്ളത്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ അടിപൊളി വളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റോസ് പൂ ഒക്കെ പെട്ടെന്ന് വളരുന്നില്ല, അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഉഷാറായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഒരുപാട് വരാനും അതുപോലെ തന്നെ പൂവൊക്കെ നല്ല രീതിയിൽ നല്ല കളറും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂവൊക്കെ പൊട്ടിക്കിളിർക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് നമ്മുടെ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.